ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ഈശാൻ ഹെവൻ. ആഫ്റ്റർ ഡെലിവറി ഇന്ന് ഞാൻ ആദ്യമായിട്ട് ഡ്യൂട്ടിക്ക് പോവുകയാണ്. അപ്പോൾ രാവിലെ തന്നെ എണീറ്റ് കുളിച്ചു. അപ്പോഴേക്ക് ഇഷുക്കുട്ട എണീറ്റിട്ടുണ്ടായിരുന്നു. അവനെ കുളിപ്പിച്ച് റെഡിയാക്കി അവനുള്ള പാലൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടി ഒരുങ്ങി തുടങ്ങി. ഇഷുക്കുട്ടനെ ബെഡിൽ കിടത്തിയിട്ടാട്ടോ ഞാൻ റെഡിയാവാൻ തുടങ്ങിയത്. ആമിക്കുട്ടി ഉണ്ടായിരുന്നു എനിക്ക് കൂട്ടിന്, അവനെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട്. ഇന്ന് ഞാൻ സിമ്പിളായിട്ടൊരു മേക്കപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം തന്നെ ഞാൻ സൺസ്ക്രീം ഇട്ടിട്ട് മുഖത്തൊക്കെ നന്നായിട്ട് റെഡിയാക്കി. അതിന് ശേഷം ഞാൻ പൗഡറാണ് ഇട്ടത്. പൗഡർ ഇട്ടതിന് ശേഷം കണ്ണൊന്ന് ചെറുതായിട്ടൊന്ന് എഴുതാമെന്ന് വിചാരിച്ചു. അതിൻ്റെ ഇടയിൽ ഞാൻ ലിപ് ബാം പുരട്ടി. കണ്ണ് ലൈറ്റായിട്ട് ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ ഒരു പൊട്ടിട്ടു. പിന്നെ ചെറുതായിട്ടൊന്ന് ലിപ്സ്റ്റിക് ഇട്ടു. മുടി ഓൾറെഡി കുളിച്ച് കഴിഞ്ഞുകൊണ്ട് നനഞ്ഞിരിക്കുന്നതുകൊണ്ട് പൊട്ടപ്പൊന്നും ചെയ്തില്ല, നോർമലായിട്ട് കെട്ടി. അതിൻ്റെ ഇടയിൽ ആമിക്കുട്ടി വന്നു. ആമിക്കുട്ടി ഇടയ്ക്ക് എന്തൊക്കെയോ പറഞ്ഞു എന്നോട്. അവളോട് ആന്ന് പറഞ്ഞ് ഞാനും മൂളി. പിന്നെ വീണ്ടും ഞാൻ കമ്മലൊക്കെ ഇട്ട് മുടിയൊക്കെ കെട്ടി. ഇഷുക്കുട്ടനെ ഇടയ്ക്ക് ഞാൻ കളിപ്പിച്ചു. അതിൻ്റെ ഇടയിൽ ഇഷുക്കുട്ടനോട് ടാറ്റ പറഞ്ഞ് പോകാൻ തുടങ്ങി. എന്തോ ഞാൻ പോകുന്നതിൻ്റെ സന്തോഷമല്ല, എന്നാൽ അവന് വണ്ടി കണ്ടതിൻ്റെ സന്തോഷം വേറെ. അപ്പോൾ അവൻ ടാറ്റൊക്കെ കാണിച്ചു. നല്ല ഹാപ്പി മൂഡിലായിരുന്നു. ആ തക്കം നോക്കി ഞാൻ വേഗം വണ്ടി സ്റ്റാർട്ടാക്കിയിട്ട് ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടി ഇറങ്ങി. അപ്പോഴാണ് ചേച്ചി രാവിലെ തന്നെ ഉപദേശം, മാലയൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കണം, വണ്ടിയിലൊക്കെ പോകുന്നതല്ലേ എന്നൊക്കെ പറഞ്ഞു. ഓക്കെ, ഞാനതൊക്കെ സേഫ്റ്റി ആയിട്ട് നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ വേഗം ഡ്യൂട്ടിക്ക് പോകാൻ തുടങ്ങി. ഇന്നെൻ്റെ ഹെൽത്ത് സെൻറ്ററിൻ്റെ ഇനോഗ്രേഷൻ പ്രോഗ്രാമാണ്. അതാണ് രാവിലെ തന്നെ നേരത്തെ പോകാൻ തീരുമാനിച്ചത്. സെൻറ്ററിൽ കുറച്ചൊക്കെ കാര്യങ്ങൾ റെഡിയാക്കാണ്ടായിരുന്നു. 4 മണിയായപ്പോഴത്തേന് ഇനോഗ്രേഷൻ സ്റ്റാർട്ടായി. ഇനോഗ്രേഷൻ കഴിഞ്ഞ് ഞാൻ എത്തിയപ്പോഴേക്ക് ലേറ്റായിരുന്നു. 8 മണിക്കായിട്ടുണ്ടായിരുന്നു. ഞാൻ തിരിച്ച് വന്ന് ഞാൻ ഫ്രഷായി, ഇഷുക്കുട്ടനെ ഫ്രഷാക്കി. അത് കഴിഞ്ഞ് ഒരു ചായ കുടിച്ചു. ഞങ്ങൾ ഫുഡ് കഴിച്ചു, കിടന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.